അച്ചുവിന്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. കാരണം ശിവ ആനന്ദിന്റെ മകളാണെന്ന് അവൻ അറിയില്ല. അവന്റെ മനസ്സിൽ ശിവയുടെ മുഖം നിറഞ്ഞു. കണ്ണു തുടച്ച് പുറത്തിറങ്ങുന്ന ശിവയെ കണ്ട് അവന്റെ കണ്ണ് വിടർന്നു. അപ്പോ അവൾക്കും തന്നെ ഇഷ്ടമാണോ? അതുകൊണ്ടാണോ എന്റെ കല്യാണക്കാര്യം പറഞ്ഞതും അവൾ ഇറങ്ങിപ്പോയത്? നീ ആലോചിക്ക്. ആലോചിക്കാൻ ഒന്നുമില്ലപ്പാ. അപ്പക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ല. അതെന്താടാ? നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും? ശിവ പറയുമ്പോൾ അവന്റെ അതരം വിടർന്നിരുന്നു. ഒരു കള്ളച്ചിരിയോടെ അയാൾ ചോദിച്ചതും ഉടൻ തന്നെ അവൻ മറുപടി കൊടുത്തു. ശങ്കറിന്റെ നിഗമനം തെറ്റിയില്ല എന്ന് അയാൾക്ക് ഉറപ്പായി. അതേ ചിരിയോടെ അവന്റെ തോളിലൊന്ന് തട്ടി അയാൾ പുറത്തിറങ്ങി. അച്ചു ആളറിയാതെ ആണെങ്കിലും തന്റെ മകളെ തന്നെയാണല്ലോ സ്നേഹിക്കുന്നത് എന്നത് അയാളിൽ സന്തോഷം നിറച്ചെങ്കിലും ശിവ ഇതിനോടെങ്ങനെ പ്രതികരിക്കും എന്ന ആകുലത അയാളിൽ ഉണ്ടായിരുന്നു. നടക്കില്ല. ഇതുവരെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹത്തിന് ഞാൻ എതിര് നിന്നിട്ടില്ല. പക്ഷേ ഇതെനിക്കിഷ്ടമല്ല. ഞാൻ സമ്മതിക്കത്തുമില്ല. മോളെ, അച്ഛൻ പറയുന്നതൊന്ന് കേക്ക്. എന്താ അച്ഛൻ പറയാനുള്ളേ? ഇതുപോലെ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ. എന്നിട്ടും എന്തായി? ഇനിയൊരു പരീക്ഷണത്തിനും കൂടി നിൽക്കണമെന്നാണോ? അവളുടെ ചോദ്യത്തിന് ഒന്നും അയാൾക്ക് ഉത്തരം പറയാനാവാതെ തലകുനിച്ചു നിന്നു. ശരിയാണ്, ഞങ്ങളുടെ മാത്രം തെറ്റാ. ആദ്യം പറഞ്ഞപ്പോൾ തന്റെ മകളുടെ ഭാവി മാത്രമേ മുന്നിൽ കണ്ടിരുന്നുള്ളൂ. അന്നേരം ഭദ്രയുടെയോ തന്റെ മകളുടെയോ ഇഷ്ടം പോലും നോക്കാതെയാണ് കല്യാണം നടത്തിയത്. അച്ഛന്റെ അവസ്ഥ കണ്ട് അവൾക്കും വിഷമം വന്നു. എത്രയായാലും ഇങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്നവൾക്ക് തോന്നി. അച്ഛാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അയാളെ സമാധാനിപ്പിക്കാനെന്നോണം ശിവ പറഞ്ഞു. വേണ്ട മോളെ, അച്ഛന്റെ ഒരാഗ്രഹം പറഞ്ഞെന്നേ ഉള്ളൂ. എന്റെ മോൾക്ക് ഇതിന് എപ്പോഴാണോ സമ്മതം ആവുന്നത് അതുവരെ ഞങ്ങൾ കാത്തിരിക്കാം. ആദ്യം സമാധാനമായെങ്കിലും പിന്നീട് അച്ഛൻ പറയുന്നത് കേട്ടവൾ പല്ല് കടിച്ച് അയാളെ നോക്കി. അതിനൊന്ന് നന്നായി ചിരിച്ചു കൊടുത്തു ആനന്ദ്. അല്ല അച്ഛേ, അയാളെ തലയിലെടുത്ത് വെക്കുന്ന കണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? അതൊരു വലിയ കഥയാ. നിന്റെ അമ്മയെ പണ്ട് വണ്ടിയിടിച്ചത് ഓർക്കുന്നുണ്ടോ? നീ ഒരു 10ലൊക്കെ പഠിക്കുമ്പോ. ആ, ഓർമ്മയുണ്ട്. അപ്പോ സാറാണോ അമ്മയെ രക്ഷിച്ചത്? രക്ഷിച്ചതോ? വണ്ടി ഇടിച്ചതേ അവനാ. വാട്ട്? അതേന്ന്. വണ്ടി ഇടിച്ചത് മാത്രമോ? ഇടിച്ചിട്ട് നിർത്താതെ ഒറ്റ പോക്കാ. പക്ഷെ നമ്മുടെ ഭാഗ്യം കൊണ്ട് അമ്മക്കൊന്നും പറ്റിയില്ല. അവന്റെ നിർഭാഗ്യം കൊണ്ട് അവന്റെ പേഴ്സ് എന്റെ കയ്യിൽ കിട്ടി. നേരെ അങ്ങ് പോയി അവന്റെ വീട്ടിൽ. പോയി 2 പൊട്ടിക്കാനായിരുന്നു വിചാരിച്ചേ. പക്ഷേ അവിടെ പോയപ്പോ അവനെ നിർത്തിപ്പൊരിക്കുന്ന അവന്റെ അച്ഛൻ ശങ്കറിനെ കണ്ടു. കക്ഷി എന്റെ കൂടെ പണ്ട് പഠിച്ചതാ. ബന്ധം പുതുക്കുന്നതിനിടെ മനസ്സിലായി മകനും അച്ഛനും തമ്മിൽ അത്ര നല്ല ചേർച്ചയിലല്ലെന്ന്. എന്തിനും വഴക്കാണെന്ന്. പിന്നെ ഇതൂടി പറഞ്ഞ് അവനെ കൊണ്ട് വഴക്ക് വാങ്ങിക്കൊടുക്കണ്ടെന്ന് കരുതി പറഞ്ഞില്ല. എന്നിട്ട് ആകാംക്ഷയോടെ ചോദിക്കുന്ന ശിവയെ കണ്ട അയാൾക്ക് ചെറുചിരി മുട്ടിട്ടു. അല്ലേലും അവൾ എങ്ങനെയാ പെട്ടെന്ന് സങ്കടപ്പെടും. അതുപോലെ ചെറിയ കാര്യങ്ങൾ പോലും അവൾക്ക് സന്തോഷം നൽകും. എന്നിട്ട് എന്താവാൻ? അന്നു മുതൽ അവന്റെ അച്ഛനേക്കാൾ എന്നെയാ അവനിഷ്ടം. നിന്റെ അമ്മയെ കാണാൻ വന്ന് കുറെ സോറിയൊക്കെ പറഞ്ഞു. പിന്നെ പിന്നെ എന്നേക്കാൾ നിന്റെ അമ്മക്കായി അവനോട് സ്നേഹം. അന്നു മുതൽ ഞാൻ അവന്റെ അപ്പയും നിന്റെ അമ്മ അവന് വേണി അമ്മയുമായി. ഓഹോ, അപ്പോ ഇത്രയൊക്കെ നടന്നിട്ട് എന്താ ഞാനറിയാതെ? നിനക്ക് അവനെ അറിയില്ലെന്ന് ആരാ പറഞ്ഞേ? നിന്റെ അമ്മ പറയാറുള്ള അച്ചു അവൻ. അപ്പോഴാണ് അവൾക്ക് അങ്ങനെ ഒരാളെ ഓർമ്മ വന്നത്. എന്തുകൊണ്ടോ പിന്നെയും അച്ചുവിനെ പറ്റി അറിയണമെന്ന ചിന്ത അവളിൽ വന്നു. ചോദിക്കാൻ തുനിഞ്ഞപ്പോഴേക്കും ഹാനി വന്ന് ശിവയെ വിളിച്ചു. അച്ഛാ, ഞാൻ പോവാട്ടോ. നീ എപ്പോഴാ പെണ്ണെ വീട്ടിൽ വരിക? ഇനിയെങ്കിലും അവിടെ വന്ന് ഒന്ന് നിന്നൂടെ? ഞാൻ ഉറപ്പായും വരാം. പിന്നെ ദയവ് ചെയ്ത് ഞാൻ നിങ്ങളുടെ മകളാണെന്ന് ആ ചെകുത്താൻ അറിയരുത്. അത്രയും പറഞ്ഞ് അയാൾക്കൊരു ഉമ്മയും കൊടുത്തവൾ ഇറങ്ങി. അവളോട് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അച്ചുവിന് അവളോട് ഇഷ്ടമുണ്ടായ നിലക്ക് വൈകാതെ അവളും അവന്റെ സ്നേഹം മനസ്സിലാക്കും എന്ന പ്രതീക്ഷ അയാളിൽ ഉണ്ടായി. ഒന്ന് നിശ്വസിച്ച് ആനന്ദ് പുറത്തേക്ക് നടന്നു. സർ, മെയിൽ വന്നിട്ടുണ്ട്. ദേ ആർ വില്ലിംഗ് ടു വർക്ക് വിത്ത് us. ഭദ്ര ഒരു സംശയത്തോടെ മഹിയെ നോക്കി. ബിസിനസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് മഹിയാണ്. ഭദ്രയ്ക്കൊന്നും ഒരു താല്പര്യമില്ല. ഞാൻ പറഞ്ഞത് ഇന്ദ്രജിത്ത് സാറിന്റെ കമ്പനിയെ പറ്റിയാ. ഭദ്രയുടെ സംശയത്തോടുള്ള നോട്ടം കണ്ട് മഹി കൂട്ടിച്ചേർത്തു. ബട്ട് സർ, ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അവർ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുള്ളൂ. അതെന്താ അത്രയ്ക്ക് വിശ്വാസമില്ലേ നമ്മളെ? അതല്ല സർ, അവിടുത്തെ CEO അല്പം സ്ട്രിക്റ്റാ. ആൻഡ് ഷീ ഈസ് വെരി ബോൾഡ് ഓൾസോ. ഷീ? തെല്ലൊരു അതിശയത്തോടെ അവൻ ചോദിച്ചു. യാ സർ, ദക്ഷ ഇന്ദ്രജിത്ത്.
റന, ഞാൻ 2 ദിവസമായി ശ്രദ്ധിക്കുക. എന്താ നിനക്ക് പറ്റിയേ? എന്ത്? എനിക്കെന്താ? ഒന്നുമില്ല. നിനക്ക് വെറുതെ തോന്നുന്നതാ. മുഖത്തേക്ക് നോക്കി സംസാരിക്ക് റന. വേറെ എങ്ങോട്ടോ നോക്കിയിരിക്കുന്ന റനയെ അവൾ തനിക്ക് നേരെ തിരിച്ചിരുത്തി. കണ്ണ് കലങ്ങിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അവൾക്ക് എന്തോ പോലെയായി. എന്തിനാടാ കരയണേ? കരയേ? ഞാനോ? ഏയ് പോയ പെണ്ണെ. ഞാൻ ആലോചിക്കുമായിരുന്നു ഹാനിക്കയെ വളക്കാനുള്ള വഴി. ശിവയിൽ നിന്ന് മറക്കാനെന്നോണം റന കള്ളം പറഞ്ഞു. അവൾ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലായെങ്കിലും ഒന്നും ചോദിക്കാതെ ചിരിച്ചു കൊടുത്തു. ശിവ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് കള്ളം പറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ചോദിക്ക്. റന ആദ്യം ഒന്ന് മടിച്ചെങ്കിലും അവൾക്കറിയണമായിരുന്നു തൻ്റെ ഇത്തൂനെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ എന്ന്. അവൻ മറന്നതായി അഭിനയിക്കുവാണോന്ന്. നിനക്ക് അച്ചു സാറിന് ഇഷ്ടാണോ? മടിച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ട് ശിവയുടെ കണ്ണ് പുറത്തേക്ക് തള്ളി വന്നു. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? ആനന്ദ് പറഞ്ഞതും ഇപ്പോൾ റനയുടെ ചോദ്യവുമെല്ലാം അവളെ ദേഷ്യം പിടിപ്പിച്ചു. വാക്കുകളിലും അത് വ്യക്തമായിരുന്നു. നിനക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചോദിച്ചത് കേട്ട് നിനക്ക് ദേഷ്യം വരുന്നതും. പക്ഷേ അച്ചു സാറിന് അതുപോലെയല്ല നിന്നോട്. എവിടെയും തൊടാതെയുള്ള റനയുടെ സംസാരം അവൾക്ക് ഒന്നുകൂടി ദേഷ്യം കൂടി. നീ എന്തൊക്കെയാ പറയണേ? നീ ഇത്രയും മണ്ടിയായി പോയല്ലോ. നിന്നോട് അച്ചു സാറിന് ലൗവാണെന്ന്. അതുകൊണ്ടാണല്ലോ ഇതുവരെയും ഗേൾ സ്റ്റാഫിനെ വെക്കാത്ത അയാൾ നിന്നെ PA ആക്കിയത്. നീ അടുത്തുണ്ടാവുമ്പോൾ സാറിന് വല്ലാത്ത മാറ്റമാണ് ഉണ്ടാവാറുള്ളതെന്ന് ഹാനിക്ക പറഞ്ഞു. അതുമല്ല, ഞാൻ പോലും കണ്ടിട്ടുണ്ട് സാറ് നിന്നെ നോക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇപ്പോഴും നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ ഇനി മുതൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവസാനം അതും കൂടി കൂട്ടിച്ചേർത്തു റന. അവളുടെ മനസ്സിൽ സംശയം ഇട്ടു. ഇനി സാറിന് അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ശിവ കണ്ടുപിടിച്ചോളും. ഇത്തുനെ സാറ് എന്നേക്കുമായി മറന്നിട്ടില്ലെങ്കിൽ ഉറപ്പായും സാറിന് ശിവയെ സ്നേഹിക്കാനാവില്ല. അഥവാ ഇനി അങ്ങനെ അല്ലെങ്കിൽ സാറിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പെണ്ണ് എൻ്റെ ശിവ തന്നെയാ. മനസ്സിൽ അതും കണക്ക് കൂട്ടി തലക്ക് കയ്യും കൊടുത്തിരിക്കുന്ന ശിവയൊന്ന് നോക്കി റന പുറത്തേക്കിറങ്ങി. AN ഗ്രൂപ്പ്സിന്റെ മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്ന വർക്കേഴ്സിന് മുന്നിലായി പൊടി പറത്തിക്കൊണ്ടൊരു ബ്ലാക്ക് ഡസ്റ്റർ വന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഹൈ ഹീലിട്ട ഒരു ലേഡി പുറത്തിറങ്ങി. കമ്പനിക്ക് മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കി അവൾ തല ഉയർത്തി കമ്പനി നെയിം ബോർഡിലേക്ക് നോക്കി. സ്പെക്സ് മാറ്റി അതിലൂടെ കണ്ണോടിച്ച് വീണ്ടും മുന്നിൽ നിൽക്കുന്നവരെ നോക്കി. അതിൽ നിന്നും മഹി വേഗം തന്നെ കയ്യിലൊരു ഫ്ലവർ ബൊക്കറ്റായി അവൾക്ക് നേരെ അടുത്തു. നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ച അവൾക്ക് നേരെ അത് നീട്ടി. സ്പെക്സ് അവളുടെ ഓവർകോട്ടിൽ കൊരുത്തിട്ട് അവന് നേരെ പുഞ്ചിരിച്ച് അതവൾ വാങ്ങി. വെൽക്കം ടു അവർ എംപയർ മാഡം. എല്ലാവരെയും ഒന്നു നോക്കി അവൾ ഉള്ളിലേക്ക് കയറി. മഹി നിർദ്ദേശം കൊടുക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് നടന്നു. സ്കിൻ ഫിറ്റ് ബ്ലാക്ക് ഡ്രസ്സിന് മുകളിലായി വൈറ്റ് ഓവർകോട്ട്, ഒരു കൈയിൽ ടിസോട്ട് വാച്ചും മറുകൈയിൽ 2 ലെയർ പ്ലാറ്റിനം ബ്രേസ്ലെറ്റും. സിമ്പിൾ മേക്കപ്പ്, അതരങ്ങൾ കൂടുതൽ ഭംഗിയേകാനെന്നോണം ബേബി പിങ്ക് ലിപ്സ്റ്റിക്ക്, വളഞ്ഞിരിക്കുന്ന പുരികക്കൊടികൾ, ഗൗരവം വിട്ടുമാറാത്ത മുഖം. നടക്കുന്നതിനനുസരിച്ച് ദിശ മാറുന്ന മുടിയിഴകൾ കൂടുതൽ ഭംഗി കാട്ടുന്നു. അനുവാദം ചോദിക്കാതെ ഉള്ളിലേക്ക് കയറി ബദ്രിക്ക് മുന്നിലായി കാലിന്മേൽ കാലിട്ട് ആറ്റിറ്റ്യൂഡിലിരിക്കുന്ന ദക്ഷയെ ബദ്രി ഒന്ന് നോക്കി. അവളും നോക്കി കാണുമായിരുന്നു ബദ്രിയുടെ മുഖത്തുള്ള ഭാവം. അതിനേക്കാൾ കൂടുതൽ തന്നെ കണ്ടപ്പോൾ മുതൽ മുഖത്തിൽ അനിഷ്ടം വളരെ വ്യക്തമായി പ്രകടിപ്പിക്കുന്ന ആൻവിയെ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിവേ, ദക്ഷ ഇന്ദ്രജിത്ത്. ബദ്രിക്ക് നേരെ ഷേക്ക് ഹാൻഡിനായി കൈകൾ ഉയർത്തിയ ദക്ഷയെ അവനൊന്ന് നോക്കി ശേഷം കൈ കൊടുത്തു. ബദ്രിനാഥ്. ഐ നോ. കഴിഞ്ഞ 2 പ്രാവശ്യവും ബെസ്റ്റ് എന്റർപ്രന്യൂർ അവാർഡ് ജേതാവ്, റൈറ്റ്? സംസാരത്തിൽ പ്രകടമാക്കുന്ന വ്യക്തതയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള സംസാരവും അവളിൽ കുറച്ച് ഇൻട്രസ്റ്റ് ജനിപ്പിക്കുന്നതായി തോന്നി ബദ്രിക്ക്. അവളുടെ ചോദ്യത്തിന് അവനൊന്ന് പുഞ്ചിരിച്ചു. എനിക്കൊന്നും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ശീലമില്ല. സോ കാര്യങ്ങളിൽ ഇപ്പൊ തന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. ബദ്രിക്ക് അറിയാലോ, എൻ്റെ അച്ഛനും തൻ്റെ അച്ഛനുമായി നടത്തിയൊരു ഡീൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. 2 ഫാദേഴ്സും കൂടി ചേർന്ന് അതങ്ങ് ഫ്ലോപ്പായെങ്കിലും നമ്മൾ മക്കൾക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ആ ഡീലിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുമായിരുന്നു. അതുകൊണ്ട് ഈ ബിസിനസ്സിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. അർഹിക്കപ്പെടാത്തതൊന്നും സ്വന്തമാക്കിയുള്ള ശീലം AN ഗ്രൂപ്പ്സിനും ഈ ബദ്രിനാഥിനും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് മേലയച്ച് അന്ന് പരാജയപ്പെട്ടു പോയ പ്രോജക്റ്റ്
വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചത്. മിസ് ദക്ഷയുടെ ആവശ്യം ന്യായമുള്ളതാ. സോ ഐ അഗ്രി. ദക്ഷ പറഞ്ഞു നിർത്തിയതും ബദ്രി ബാക്കിയും കൂടി കൂട്ടിച്ചേർത്തു. പണ്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച മീറ്റിംഗ് വീണ്ടും രണ്ട് കമ്പനിയും ആയി തുടങ്ങുന്നു. അതിന്റെ ആദ്യപടിയെന്നോണമുള്ള മീറ്റിംഗ്